എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ 3ാമത്തെ സീസണിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുൻഷി സ്നേക്ക് ക്ലാൻ ഉണ്ടാക്കിയ ഒരു ഫോർമേഷനുള്ളിലായല്ലോ. അത് ഒരു പോർട്ടൽ പോലെയായി. യുൻഷിക്ക് അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ് അതിൽ നിന്നും ഒരു ജെയിന്റ് സ്നേക്ക് പുറത്തു വരുന്നത്. അത് കണ്ട് ഒരു പോയുടെ കൂടി ഒരു സ്നേക്കോ ഇതിന്റെ ലെവലോ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു സ്കില്ല് യൂസ് ചെയ്ത്, എന്നാൽ ആ സ്നേക്ക് വളരെ പവർഫുൾ ആണ്. ആ വന്ന സ്കില്ലിനൊക്കെ ബ്രേക്ക് ആക്കി എന്നിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി പോവാണ്. എന്നാൽ പെട്ടെന്ന് അത് അവളെ വന്ന് പിടിക്കുന്നു. അവള് പ്രൊട്ടക്ഷൻ ഷീൽഡ് വെച്ച് മാക്സിമം നോക്കുന്നു. എന്നാൽ അവളെ ദൂരെടുത്ത് എറിയുകയാണ്. അവൾക്കും ദേഷ്യം വന്ന അറ്റാക്ക്. എന്നാൽ അതിനൊന്നും തന്നെ പറ്റുന്നില്ല. അത് പോരാഞ്ഞിട്ട് സ്നേക്ക് ക്ലാനുള്ളവർ കൂടി വരുന്നു. അവള് പിന്നെ ഒരു പവർഫുൾ സ്കിൽ യൂസ് ചെയ്ത് അത് ഇല്ലാതാക്കി. എന്ന് നോക്കിയാ പിന്നെ അതിനൊന്നും പറ്റിയിരുന്നു. എന്ന് മാത്രമല്ല, അവൾക്ക് നല്ല പരിക്കും പറ്റി. താഴെ അടിച്ചിട്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ മരിക്കുവാണോ എന്ന് മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അതിന് സിയോയുടെ മെമ്മറീസ് ആലോചിച്ച് ആ സ്നേക്കും അതുപോലെ തന്നെ സ്നേക്ക് മെഡ്സൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നു. എന്നാൽ പെട്ടെന്നാണ് ആ സ്നേക്കിനെ വന്ന് ഒരാൾ തടയുന്നത്. അത് സിയോയാൻ തന്നെയായിരുന്നു. എന്നിട്ട് അവൾക്ക് കുഴപ്പമില്ല ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പാമ്പിന്റെ ഒരു സൈഡിലേക്ക് എറിഞ്ഞു. അവര് വിചാരിക്കുന്നത് ഇതൊരു ഡൗഹുവാങ്ങാണ് എന്നാണ്. സ്വാഭാവികമായിട്ടും മാസ്റ്ററിന്റെ പവർ കൊടുത്തു എന്ന് മനസ്സിലാകാം. അവളോട് ചെറിയ പരിക്കേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു പിൽസ് കൊടുത്ത് അവള് നന്ദി പറഞ്ഞിട്ട് അവന്റെ പേര് ചോദിക്കുമ്പോൾ അത് പറയാതെ അവനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ പറഞ്ഞു. അവൾക്കത് ആരാണെന്ന് മനസ്സിലായില്ല. ഗോഹിയാണെന്ന് ചോദിക്കുമ്പോൾ പോയില്ലേ, അവൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൊന്നാണോ എന്ന രീതിയിൽ. എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നു. അയാൾ എന്തോ പറയാൻ വന്നത് ഒറ്റയടി. എന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ വന്നു. എന്നാൽ പാമ്പ് പിന്നെ അറ്റാക്ക് ചെയ്യണം. ആദ്യം നിന്നെ ഒതുക്കട്ടെ എന്നും പറഞ്ഞ് അതിനെ ചെന്ന് പഞ്ഞിക്കിട്ട് ഡൗഹുവാങ്ങാണെങ്കിൽ സ്നേക്കിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് എൽഡർ വിചാരിച്ച്. അത് പറയുമ്പോൾ എന്താ സിയോയാൻ ഹെവല്യ ഫ്ലെയിം അതായ ബോൺസിലിയം ഫ്ലെയിം അതെടുത്ത് അതിനെ നിഷ്പ്രയാസം ഇല്ലാതാക്കി. അത് അവരുടെ സ്കില്ലാണല്ലോ. അവർക്കും പരിക്ക് പറ്റി. നമ്മുടെ ക്ലാൻ എന്റെ മുന്നിൽ ഇത്ര പെട്ടെന്ന് തോറ്റോ എന്ന് പറഞ്ഞ് അവർ സമ്മതിക്കാത്ത വേറൊരു സ്കില്ല് അത് യൂസ് ചെയ്ത് എന്നിട്ട് കൊല്ലാനായിട്ട് പോവാണ് സിയോയിന്. അപ്പോഴാണ് ഒരു പവർ വന്ന് അത് തടുത്തു. അവന് മനസ്സിലായില്ല ഈ പവർ എവിടെ നിന്ന് വന്നു എന്ന്. ആ സമയം നോക്കി തന്നെ അവർ എസ്കേപ്പ് പോയി. അതിനുശേഷം യുൻഷിയുടെ അടുത്തേക്ക് വന്ന് അപ്പം മാസ്റ്റർ അവനോട് നീ ഇനി പൊയ്ക്കോ, അവൾക്ക് കുഴപ്പമില്ല, നീ ഇനി ഇത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ അത് നിനക്ക് തന്നെ ഡേഞ്ചറാണ്. അവന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളോട് അടുത്ത് പോയി നിൽക്കുന്നു. അവൾ കണ്ണു തുറക്കുമ്പോൾ തന്നെ സ്നേക്ക് ക്ലാൻ പോയി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ നേരം അവൻ നന്ദി പറയുവാണ്. അവനല്ല അവളെ ഹെൽപ്പ് ചെയ്തത്. അത് പറഞ്ഞത് ആരാണെന്ന് ചെയ്യുമ്പോൾ എന്താ സിയോയെ പറയുന്നില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴാണ് അവനൊരു ചെറിയ ഫാമിലി ഉള്ളവനാണ്. അവൻ റിക്വസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവൾക്കത് സിയോയാനാണ് എന്നത് ഓർമ്മ വന്നിട്ട് അവനാണോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ സമ്മതം. യാവോയാൻ എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. എനിക്ക് അവനെ മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രതീക്ഷയോടെ നിൽക്കുന്നു. എന്നാൽ റിപ്ലൈ തരാതെ അവൻ പോയി. അവൾ അത് നോക്കി നിൽക്കുന്നു. മാസ്റ്റർ എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട് വിധിയെ പറ്റിയൊക്കെ. അതിനുശേഷം എസ്കേപ്പായ സ്നേക്ക് ക്ലാൻ എൽഡർ അവരോട് ക്യൂൻമെഡ്യൂസ മരിച്ചിട്ടില്ല എന്നത് പറയുവാണ്. ആ പവർ ക്യൂൻമെഡ്യൂസയുടേതാണ്. അവർക്ക് ചെറിയ പ്രതീക്ഷയൊക്കെ വന്നു. അത് കഴിഞ്ഞ് സിയോയാൻ ആ ഹെവല്യ ഫ്ലെയിം അത് അബ്സോർബ് ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. ബോഡിക്കുള്ളിൽ നിന്ന് ഫയർ കത്തി പോകാതിരിക്കാനായിട്ട് ഒരു പിൽസ് ഒഴിച്ച് മറ്റേ ബ്ലഡ് ലോട്ടസ് ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നു. മാസ്റ്റർ അവനോട് അത് പിടിക്കാനായിട്ട് പറയുവാണ്. എന്നാൽ സിയോയാൻ ഇത് തൊട്ടാൽ കൈ പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബ്ലഡ് ലോട്ടസ് വില്ല് അതുള്ളത് കൊണ്ട് ഒന്നും പറ്റില്ല അവനോട് ചെയ്യാനായിട്ടും പറഞ്ഞ് അവൻ തുടങ്ങി. അവൻ ആ 3 വർഷം എഗ്രിമെന്റ് അത് ഓർത്ത് അതിനുള്ളിലെ മെയിൻ കോറാണെന്ന് തോന്നുന്നു. അതിനെ പിടിക്കാനായിട്ട് നോക്കുവാണ്. ആ കേവ് വലുതായതുകൊണ്ട് തന്നെ പ്രശ്നം വരില്ല, കാരണം അമ്മാതിരി പവറാണ് പുറത്തോട്ട് വരുന്നത്. പിന്നെ ട്രൈ ചെയ്തു അതിനെ പിടിച്ചു. 1000 വർഷം കൊണ്ട് പൂർണ്ണമായി മാറി ഈ ഫ്ലെയിം അത് വളരെ എക്സ്പ്ലോസീവ് ആണ്. എന്താ മാസ്റ്റർ ഇനിയാണ് ഡേഞ്ചർ, അത് നീ മറികടക്കണം, ലൈഫ് ആൻഡ് ഡെത്ത് ആണ്. അവന് സമ്മതിച്ചു, കാരണം അവന്റെ ഉള്ളിലെ ഇമോഷൻസ് അത്രയ്ക്കും വലുതാണ്. അവനൊരു പേടിയോടെ ആണെങ്കിലും അത് കഴിച്ചു. എന്നാൽ അവൻ വിചാരിച്ചതിനേക്കാൾ പവർഫുൾ ആയിരുന്നു. അവന്റെ ഉള്ളിലെ ബോഡി അത് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് അതിനുണ്ടാക്കിയ ആപ്പിൾസ് അതങ്ങ് ഉപയോഗിച്ച് അത് കഴിച്ചു. ആ ഹെവല്യ ഫ്ലെയിം കാരണം അവന്റെ ഉള്ളിലെ വെയിൻസ് മെറിഡിയൻസ് എല്ലാം മാറ്റങ്ങളും ഉണ്ടാകാൻ തുടങ്ങി, പൊട്ടിപ്പോകുന്നു. അതിന്റെ വേദന എന്നത് അതികഠിനവും ദുഷ്കടകവും അങ്ങനത്തെ ഒരു സാധനമാണ്. അത് വളരെയധികം വേദനയാണ് ഉണ്ടാകുന്നത്. അത് പുറത്തേക്ക് വരാൻ നോക്കി, എന്നാൽ കൈ കൊണ്ടത് പൊത്തി അത് പിന്നെ വിഴുങ്ങാൻ നോക്കുന്നു. അങ്ങനെ കുറെ നേരം കഴിയുമ്പോൾ അവന്റെ ബോധം പോയി. മാസ്റ്റർ കണ്ണുറക്കുന്നതിന്റെ സ്ട്രെങ്ത് വെച്ച് അതിനെങ്ങനെയോ പിടിക്കാൻ നോക്ക്. അവൻ ആദ്യ എപ്പിസോഡിൽ അത് കണ്ട അതേ കാര്യങ്ങളെല്ലാ സീനുകളും ഓർമ്മ വന്നു. എനിക്ക് നേടണം എന്ന് പറഞ്ഞ് അവൻ പിന്നെ ഹാർഡായിട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നു. വളരെ രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ദേഷ്യം വന്ന ബീസ്റ്റ് ഫ്ലെയിം അതിനെ ഒതുക്കാനായിട്ട് പുറത്തിറങ്ങിയിട്ട് പോവാണ്. അത് മാസ്റ്റർ കണ്ടു. എന്നിട്ട് ഒരു സ്പേസ് അതിനുള്ളിലുണ്ടാക്കി അതിനുള്ളിലേക്ക് പോയാൽ അവൻ സേഫാണ്. അത് പോകുന്ന പിറകെ ബീസ്റ്റ് ഫ്ലെയിം. അങ്ങനെ ഒരുപാട് നേരം അവന്റെ വെയിൻസ് നെറിഡിയൻസ് ബ്രേക്ക് ആയെങ്കിലും അവസാനം അങ്ങനെ അത് സക്സസ്സുമായി എന്ന് മാസ്റ്റർ പറയുമ്പോൾ അവൻ അതിനേക്കാൾ ആദ്യമായിട്ടാണ് ഒരു ഹെവൻലി ഫ്ലെയിം കിട്ടുക.
അവൻ്റെ ഫൈറ്റ് സ്കില്ല് ഒരു ഡൗക്ക് ലെവലെത്തി. എന്നാൽ ഹെവൻലി ഫ്ലെയിം കാരണം ഡൗക്ക് എത്ര കൂടിയില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്നല്ല സാധാരണക്കാൾ സ്പീഡിലായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവൻ ആ ഫയർ കാണിച്ചു കൊടുത്ത് ഇനി എന്താണ് ചെയ്യണമെന്ന് ചെയ്യുമ്പോൾ വെപ്രാളപ്പെടേണ്ട, റെസ്റ്റ് എടുക്കുക. അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നു. അതിനുശേഷം ഷിയോലി സാൻഡ് മെർസനറീസിന്റെ കാര്യം പറയുകയാണ്. അവരുടെ എന്തോ പ്രശ്നം കാരണം ദേഷ്യത്തിലാണ്. കാണിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ ബ്രദറിന്റെ പേര് മറന്നായി. ഷിയോൻ ഇങ്ങായിരുന്ന ഫെങ്ങായിരുന്നു ഫസ്റ്റ് ബ്രദർ എന്ന് പറയാം. ഷിയോലി എന്നെ തടഞ്ഞു. സാൻഡ് മെർസനറിയുടെ സ്ട്രെങ്ത് വെച്ചപ്പോൾ ഇങ്ങനെ നീ പോയാൽ ഉറപ്പായി മരിക്കും. അവരുടെ ഇത് പെട്ടെന്ന് ഇൻക്രീസ് ആയി, എടുത്തു ചാടേണ്ട എന്ന് പറയുവാണ്. എന്നാൽ പെട്ടെന്നാണ് ഒരു പെണ്ണ് വന്ന് വീഴുന്നിട്ട് കാര്യം പറയുന്നത്. പ്രശ്നം ചോദിക്കുമ്പോൾ അവർ നമ്മുടെ സിറ്റി വളഞ്ഞു. അത് കേട്ട് അവർക്കും ദേഷ്യമായി. അതിനുശേഷം ഷീവയൻ മാസ്റ്റർ അവരെയാണ് കാണിക്കുന്നത്. മാസ്റ്റർ ഈ ടെമ്പറേച്ചർ നിനക്ക് അത് ചെയ്യാനുള്ള രീതിയിലുള്ളതാണ്, നീ സ്റ്റാർട്ട് ചെയ്യും. അവനും ഓക്കെ പറഞ്ഞു. എന്താ മാസ്റ്റർ, ഇതിലെനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. നിനക്ക് പ്രശ്നം തോന്നിയാൽ അപ്പോൾ തന്നെ ഗീവ് അപ്പ് ചെയ്യണം. എന്നാൽ ഷിയോയൻ മാസ്റ്ററെ നോക്കുന്നു. കാരണം ഒരു സ്പിരിറ്റ് ഫോമിലാണല്ലോ, പഴയതുപോലെ കൊണ്ടുവരാൻ അവന് ഹെവൻലി ഫ്ലെയിമൊക്കെ വേണം. അവ ഉറപ്പായും ഇത് നേടിയെടുക്കും എന്ന് പറയുവാണ്. അതിനുശേഷം ഉള്ളിലേക്ക് പോകുന്നു. മാസ്റ്റർ വെളിയിൽ തന്നെ ഉണ്ട്. എൻ്റെ ടീച്ചർ എന്ന നിലയിൽ എൻ്റെ മാക്സിമം നിന്നോട് കൂടെ ഉണ്ടാകും, നിന്നെ സ്ട്രോങ് ആക്കാനും നോക്കും. അവന് അത് ചെയ്യാനായിട്ട് തുടങ്ങി. ഒന്ന് ഹെവൻലി ഫ്ലെയിം, മറ്റൊന്ന് ഡൗക്കിയാകണം. അതും രണ്ടോട് ചേർത്ത് ഫ്ലെയിം മന്ത്ര എന്ന സ്പേസിലേക്ക് പോയി. അവിടെ സെൻട്രലായിട്ട് ഈ ഹെവൻലി ഫ്ലെയിം അത് കമ്പൈൻ ചെയ്താൽ മതി. അവ അങ്ങനെയാകണം. എന്തിനു വേണ്ടി കമ്പൈൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ മേ ബി ഫ്ലെയിം മന്ത്ര അടുത്ത ലെവലിലേക്ക് പോകാനാകണം, അല്ലെങ്കിൽ എവോൾവ് ആകാൻ വേണ്ടി ആകണം. അതോ പുറത്ത് വെച്ചേക്ക്. അവനത് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ അത് നല്ല അനുസരണമായതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും കയറുന്നില്ല. ഷീൽഡൊക്കെ വെച്ച് പുറത്ത് പോകാതെ നോക്കിയെന്നാൽ ശിവയനെ അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ എഫക്റ്റ് പുറത്തും അനുഭവപ്പെട്ടു. മാസ്റ്ററുടെ നീ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ആകണം. എന്നാൽ ഇവിടെ ശിവയനെ പഞ്ഞിക്കിടുവാണ്. അങ്ങനെ കുറെ നേരം അവനെ ഇട്ടടിക്കുമ്പോൾ മാസ്റ്ററിന്റെ ക്ഷമയിട്ട് അകത്തോട്ട് പോകുന്നു. അപ്പോഴേക്കും അവൻ മയങ്ങിക്കിടക്കുകയാണ്. അവനെ വിളിച്ചു നിർത്തി വാ പോകാം എന്ന് പറഞ്ഞ് ഹീലൊക്കെ ചെയ്യുമ്പോൾ അവനോട് പോകാൻ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. എന്നാൽ അവൻ വരുന്നില്ല. ഞാൻ ഇതെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് പിന്നെ നോക്കണം. അതുകൊണ്ട് മാസ്റ്റർ, നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ആദ്യമായിട്ട് ആരെയും ഞാൻ വിശ്വസിച്ചിട്ടില്ല, നിന്നെയാണ് ഞാൻ ആദ്യമായിട്ട് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് മാസ്റ്ററിന്റെ പവർ കൂടി കൊടുക്കുകയാണ്. അപ്പോഴേക്കും അകത്ത് അവ അടി വാങ്ങിച്ച് വീഴുമായിരുന്നു. മാസ്റ്ററിന്റെ പവറോ അതോ ഹെവൻലി ഫ്ലെയിമോ എന്തോ കിട്ടിയതോടെ അതവന് ഉപകാരമായി. ഒരു പവർ ഉപയോഗിച്ച് അത് കൈ പോലെ ഉള്ളതുപോലെ ആക്കിയിട്ട് അതിനെ പിടിച്ചു. എന്നിട്ട് അതിനെ താഴേക്ക് എവിടെയാണ് വെക്കേണ്ടേ അവിടെ തന്നെ വെച്ചു. അതോടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് നന്ദി മാസ്റ്റർ എന്ന് പറഞ്ഞ് അവന്റെ ബോധം പോയി. അതിനുശേഷം കണ്ണ് തുറക്കുമ്പോൾ നീ നേടി. അത് കേട്ട് അവന് ഹാപ്പി ആയിട്ട് 2 റൗണ്ട് അവൻ ആ അബ്നോർമൽ ഫയർ ആയ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അത് ഉപയോഗിച്ച് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് എഫക്റ്റീവായിരുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി സന്തോഷിച്ച് മാസ്റ്ററിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ സ്ട്രെങ്ത് ഗ്രേറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ആയി. അതിന് മാസ്റ്റർ ആ ഫയർ അതിനെ പറ്റി പറഞ്ഞിട്ട് ഇത് യോജിച്ച സ്ഥലത്ത് ചെയ്യുന്നതാണ് നല്ലത്, അല്ലാതെ എവിടെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആ ആൾ ഉറപ്പായും ഡെഡ് ആകുമായിരുന്നു. ഇനി 2 മാസം കൂടിയാണ് ആ 3 ഇയർ അഗ്രിമെന്റ് ചലഞ്ച്. അതിന് റെഡിയായിരുന്നു ഷിയോയൻ. എന്നാൽ ഹൈബോട്ടോങ്ങിന് കൊടുക്കാനുള്ള ആ പിൽസ് ഉണ്ടാകാൻ അതിനൊരു സാധനത്തിന് വേണ്ടിയാണല്ലേ വന്നേ. അത് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ മാസ്റ്റർ അത് കാണിച്ചു കൊടുത്തു. മറ്റേ സ്നേക്ക് മെൻസിന്റെ അവിടെ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ അത് വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് പിന്നും പറക്കുന്നു. മാസ്റ്ററിന്റെ സ്പിരിറ്റ് ബോഡിക്ക് പിന്നും ആ ഡാമേജ് അത് കൂടുന്നതും കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഹൈബോട്ടോങ് ആ മാപ്പിൽ എന്താ എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ഷിയോയൻ അങ്ങോട്ട് വരുന്നത്. അവനെ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് കിട്ടണ്ടേ, ആ സ്നേക്ക് ടെമ്പിളിൽ പോയാണ് എടുത്തേ. അത് വാങ്ങിച്ച് നിൽക്കുമ്പോൾ അല്ല എനിക്ക് വേണ്ടത്. അതിന് ഹൈബോട്ടോങ് ആദ്യം ആ പിൽസ് അത് ഉണ്ടാക്കിയെത്ത, അത് കഴിഞ്ഞ് വാക്കായിരിക്കും, മാറരുത് എന്ന് ഷിയോയൻ. ഹൈബോട്ടോങ്ങിന്റെ ആ ഡൗഗ് വാങ്ങുന്ന ലെവൽ അത് സീല് ചെയ്തായിരുന്നല്ലോ ക്യൂൻ മെഡുസ എന്ന് കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞു. ആ സീല് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏത് ഈ പിൽസ് ഉണ്ടാക്കി അവനെ കൊണ്ട് അകത്തോട്ട് പോയി അവിടെ ഉള്ളത് കാണിച്ചു കൊടുത്തത്. അവിടെ സൗണ്ട് പ്രൂഫാണ്, പുറത്തോട്ടൊന്നും പോയാലോ ഒന്നും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഒരു തവണ മാത്രമേ പറ്റൂ, ഞാൻ ചെയ്ത് തെറ്റിപ്പോയാൽ എന്നെ ഒന്നും പറയരുത്. അത് സമ്മതിച്ചു. എന്നെ 1 മണിക്കൂർ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞു വിടുകയും ചെയ്ത്. ഹൈബോട്ടോം പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ മാസ്റ്ററും പുറത്ത് വന്ന് എന്നിട്ട് അവിടെ ആരുമില്ലായെന്ന് മനസ്സിലാക്കി. ഇതിനുള്ളിൽ എത്ര സൗണ്ട് ഉണ്ടാക്കിയാലും അത് പുറത്ത് കേൾക്കില്ല, കാരണം ചുറ്റും ഐസ് കൊണ്ട് സീല് ചെയ്ത് വെച്ചേക്കാണ്. അതിന് മാസ്റ്റർ എന്തോ പറയുമ്പോൾ എനിക്കിത് ഉണ്ടാകാറില്ല, അതിനുള്ള സ്ട്രെങ്തും എനിക്കില്ല എന്ന് ഷിയോയൻ. മാസ്റ്റർ അത് കേട്ട് ചിരിച്ചിട്ട് അങ്ങോട്ടൊരു ഫർണൈസ് അതെടുത്ത് വെച്ചു. ഒരു ആൽക്കമിസ്റ്റിന്റെ മെയിനായിട്ട് വേണ്ടത് ഇതുപോലൊരു ഫർണൈസാണ്. അവനോട് ഇത് ഉണ്ടാക്കുന്നത് ക്ലോസ് ആയിട്ട് നോക്കാനായിട്ട് പറഞ്ഞ് അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ വെച്ച് അതിനുള്ളിൽ ബോൺസിലെ ഫ്ലെയിം വെച്ച് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ സ്മെല്ലും വരാനായിട്ട് തുടങ്ങി. അവസാനം അത് കംപ്ലീറ്റുമായി. ടയർ 6 പില്ലാണ്. അതിന്റെ പവർഫുൾ ആയിട്ട് എനർജി പുറത്തു വന്നു. അതെടുത്തിട്ട് ഇത് പെർഫെക്റ്റ് അതിന് കൊടുത്തു എന്ന് പറഞ്ഞ് അവന് വെച്ചു കൊടുത്തത്. ഹൈബോട്ടോങ് എന്തായെന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഷിയോയൻ അങ്ങോട്ട് വരുന്നു. ആ പിൽസ് അത് കാണിച്ചു കൊടുത്ത് എന്നിട്ട് മാപ്പ് അത് ചോദിക്കുമ്പോൾ അതിന് ഹൈബോ
ഹൈബോട്ടൊന്നും ഇത് വർക്കാകുമോ എന്ന് നോക്കണ്ടേ. എന്നാൽ ഷിയോയൻ അത് സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞത് പിൽസ് കൊടുക്കുമ്പോൾ ആ മാപ്പ് അത് തരാമെന്നാണ്. ക്യൂൻ മെഡൂസയുടെ അറ്റാക്ക് പോലും അത് റിസ്ക് കൊടുത്താണ് ഞാൻ പോയിട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഹൈബോട്ടൊങ്ങ് എന്തൊക്കെ പറഞ്ഞ അവസാനം അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അതിനുള്ളിൽ പോയിട്ട് ചേരത്ത് തുടങ്ങി. ഷിയോയനും അത് കാണുന്നുണ്ട്. ക്യൂൻ മെഡൂസ കൊടുത്ത സീല് അത് ആ സീല് ബ്രേക്കാകുകയും ചെയ്തു. അവസാനം ആ പിൽസ് വർക്കൗട്ടായി. ഹാപ്പി ആയിട്ട് വരുവാണ്. അത് കംപ്ലീറ്റ് ആയി. ഹൈബോട്ടൊങ്ങ് പിന്നും ഐസംബ്രാതായി ടൗങ് ലെവലിൽ എത്തിയത്. ഷിയോയാനോട് നന്ദി പറഞ്ഞിട്ട് അവന് കൊടുക്കാനുള്ള ആ മാപ്പ് അത് കൊടുക്കുവാണ്. ആ മാപ്പിന്റെ കാര്യം ചോദിക്കുമ്പോൾ അത് പറയുന്നില്ല. അപ്പൊ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.